ഹായ് കൂട്ടുകാരെ. അപ്പൊ ഞാനേ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ജൈവ രീതിയിൽ ഒരു പൈസ മുടക്കില്ലാതെ എന്താ പറയാ വളങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ കുറച്ച് വളങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ നിങ്ങളും വളങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു രൂപ ചെലവില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടേ നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടല്ലോ, എന്താ ടേസ്റ്റും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരിക്കലും നമ്മൾ കടയിലെ പച്ചക്കറി വാങ്ങുകയില്ല. അപ്പൊ അത് എന്തൊക്കെയാണ് ഞാൻ റെഡിയാക്കി വെച്ചെന്ന് കണ്ടേ. നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനായിട്ട് പൊട്ടാഷ് വളം വേണമല്ലേ? അതിനായിട്ട് വേറെ ഒന്നും വേണ്ട. അതാ നമ്മുടെ അടുക്കളയിലെ തന്നെ ചാരമാണ്. ഇത് ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചാരം നേരിട്ട് കൊടുക്കാതെ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അടുക്കളയിൽ പച്ചക്കറി വേസ്റ്റ്, അതായത് പച്ചക്കറി വേസ്റ്റും അതുപോലെ നമ്മുടെ വാഴത്തട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊത്തിയിട്ടിട്ട് നല്ല അടിപൊളി ഒരു കമ്പോസ്റ്റ് റെഡിയായേ. പിന്നെ ഇതാ നമുക്ക് ഡെയിലി ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു റിംഗ് കമ്പോസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന സ്ലെറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമുക്ക് നേർപ്പിച്ചിട്ട് നമ്മുടെ അതായത് പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ ഡെയിലി നമുക്ക് വീണ്ടും ഇതാ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലേക്ക് വീണ്ടും ഞാൻ ഇപ്പോൾ ഡെയിലി കിട്ടുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ കൂടെ കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇത് അടുത്തെന്താ വെച്ചാൽ ഇതാ നമ്മൾ കത്തിച്ച് കളയുന്ന കരിയില ഉണ്ടല്ലോ. ഈ കരിയിലയൊക്കെ കൂടെ ഞാനിതാ ഒരു പഴകിയ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നനച്ചും കൂടെ കൊടുക്കും. അപ്പം നമുക്ക് അതായത് നമ്മുടെ ചകിരിച്ചോറോ ചകിരി കമ്പോസ്റ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഗ്രോ ബാഗിലും അതായത് നമ്മുടെ സിമൻറ്റ് ചാക്കിലോ ഒക്കെ നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന സമയത്തെ വേരോട്ടത്തിനായിട്ട് ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചച്ചാണകം ഇല്ലയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട. ഇതാ നമ്മുടെ പറമ്പിലുള്ള പച്ചപ്പുല്ലും സീമക്കൊന്നയുടെ ഇലയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ഒക്കെ കൂടെ കൊത്തി അറിഞ്ഞിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഏകദേശം 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ പച്ചയിലകളൊക്കെ അങ്ങ് അഴുകി വരും കേട്ടോ. അങ്ങനെ അഴുകി പച്ചച്ചാണകത്തിൻ്റെ അതേ സ്മെല്ലിട്ട് നല്ലൊരു ജൈവ സ്ലറി ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഓരോ എടുത്തിട്ട് അതിനൊരു 10 ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല നൈട്രജൻ കണ്ടന്റും പൊട്ടാഷ്യം അടങ്ങിയ നല്ലൊരു അടിപൊളി വളമായി കിട്ടും കേട്ടോ. ഇത് നമ്മുടെ കഞ്ഞിവെള്ളം, അത് നല്ല അധികം പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം വെച്ച് നമുക്ക് പച്ചക്കറികളുടെ ഒക്കെ ചുവട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്. കാരണം നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒന്നാണ് ചാണകപ്പൊടി. അതുകൊണ്ട് അത് ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇത്രയൊക്കെ വളങ്ങളില്ലേ, നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ എല്ലാ സാധനങ്ങളും നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ്. കരിയില കത്തിച്ച് കളയും, അതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ അവിടെ ഇവിടെ കൊണ്ടിട്ട് എലിയാണേലും പൂച്ചയാണേലും മറ്റ് ജീവികളുടെയൊക്കെ എന്തുകൊണ്ട് ശല്യം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പച്ചക്കറി വേസ്റ്റ്. അതാണെങ്കിൽ നമ്മൾ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ വളം ഉണ്ടാക്കും. അതുപോലെ വയക്കി കളയുന്ന നമ്മുടെ പറമ്പിലെ പുല്ലുകൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് വളങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വളവുമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വിളവാണല്ലോ ഇത് കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് അധികമൊന്നും ഇല്ലെങ്കിലും 1-2 എണ്ണം അത് നമുക്ക് ഡെയിലി കിട്ടുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ ഇങ്ങനെയൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് നമ്മുടെ മുറ്റത്ത് നിന്നൊക്കെ പറിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടയിലെ പച്ചക്കറിയോട് ഇഷ്ടം തോന്നുകയില്ല. അതുമല്ല നമ്മൾ മേടിക്കാൻ പോവുകയില്ല. കാരണം നമുക്കുള്ളിലൊരു പേടിയാണ്, അതിലെന്തൊക്കെ കെമിക്കലുണ്ടോ, എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നതെന്നൊക്കെ അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, ഇതുപോലെ വളങ്ങളൊക്കെ ചേർത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചമുളകോ തക്കാളിയോ അതുപോലെ 2 വെണ്ടയോ വഴുതനയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാരവും ചാണകപ്പൊടിയും അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാളും കായ്ക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടല്ലോ, ആ ചോറൊന്നും കളയാതെ നമ്മുടെ ഈ വഴുതനയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് മുകളിൽ ഇത്തിരി മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി വളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ വഴുതനയാണെങ്കിലും മറ്റുള്ള പച്ചക്കറി ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു 2 ചുവട് അല്ലെങ്കിൽ ഓരോ ചുവടൊക്കെ നട്ട് അതിൻ്റെ ഏകദേശം വിളവെടുപ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഓരോ ചുവടൊക്കെ നട്ട് എന്താ പറയല്ലേ, ആ ഒരു സന്തോഷവും അത് പറിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മുറ്റത്തൊരു അടുക്കളത്തോട്ടമൊന്നും ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ വേറെ വളങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടി വാങ്ങി വെക്കുക ഇല്ലാത്തവരാണെങ്കിൽ, പിന്നെ ഇതുപോലുള്ള വളങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പം നമുക്ക് പച്ചമുളകും, അതായത് നമുക്ക് ഡെയിലി നമുക്ക് കറികൾക്ക് വേണ്ടതാണ് നല്ല പച്ചമുളകൊക്കെ. ആ ഒരു പച്ചമുളകിനൊന്നും നമ്മൾ കടയിൽ പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ വളങ്ങൾ കൊടുത്തിട്ട് നമുക്ക് തന്നെ റെഡിയാക്കാം കേട്ടോ. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.